ഫ്രണ്ട്സ്, നമ്മൾ വണ്ടി ഓടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനായ ബിഗ് ബുദ്ധയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്തിരിക്കും. യെസ്, നേരെ മുന്നിൽ കാണുന്നതാണ് നമ്മൾ ബിഗ് ബുദ്ധ. അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് നോക്കി നോക്കുക. യെസ്, മിസ്റ്റർ ബുദ്ധയാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ റിലീജിയൻ ഫോളോ ചെയ്യുന്നത് ഇവിടെ ബുദ്ധിസമാണ് തായ്ലാൻഡിൽ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. DM ആണ് പാർക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു ഡ്രാഗൻ്റെ വലുപ്പം കണ്ട മക്കളെ ഈ ബോർഡിന്. ഡ്രാഗൻ്റെ വലുപ്പം തുടങ്ങി ഓൾമോസ്റ്റ് നമ്മളെ സ്റ്റെപ്പ് തന്നെയാണ്. അത് വളരെ സ്മൂത്തായിട്ട് വളരെ ഒരു 2 ഇഞ്ച് കനത്തിലൊരു സ്റ്റെപ്പല്ലോ. ഇവിടേക്ക് വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറില്ല. ലേഡീസ് നിക്കർ പോലത്തെ സാധനങ്ങൾ ഇതിലിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കവർ ചെയ്യണം. കാലിൻ്റെ മുട്ടിൻ്റെ താഴേക്ക് വരണം എന്നാണ് കണക്ക്. ഫ്രണ്ട്സ്, ഇവിടെ ആൾക്കാർ ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ടാണ് ഇവർക്കൊണ്ട് ഡൊണേഷൻ ബോക്സും മറ്റേ കാര്യങ്ങളൊക്കെ കേട്ടാ. മെഴുതിരി എത്തിച്ചിട്ട് ഇയാൾ കൈ കൊണ്ട് വെക്കുമ്പോണ്ടാവുന്ന സൗണ്ട് അത്. ഓഹോ, ഇവിടെയാണ് ബുദ്ധ കിടക്കണ. ബുദ്ധ വിശ്രമിക്കാണ്. തടിയൻ ബുദ്ധ, വയസ്സായി ബുദ്ധ. ഓഹോ, ഈ ചില്ലറ പൈസ അതിന് പൊക്കലിലേക്ക് എറിയണം. എൻ്റെ പൈസ ഉണ്ട്. ഓഹോ, അങ്ങനെയൊക്കെ എറിയണല്ലേ. എൻ്റെ ഒരു പേരെ തൊണ്ട് കിടക്കണ്ട് ഇവിടുത്തെ. നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം. ഇത് ഇവിടുത്തെ പിശാചോളാന്ന് തോന്നുന്നു. ആർക്കറിയാം, ഞാൻ പിശാചിന് പറഞ്ഞ സംഭവം ഇവിടുത്തെ ദൈവമായിരിക്കാം, നമുക്കറിയില്ല. നമുക്കത് പിന്നെ അതെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കണം. ഡൊണേഷൻ ബോക്സ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മൾ ദൈവം ഇവിടെ ഉണ്ടോ? ഇവിടെ എല്ലായിടത്തും ഡൊണേഷൻ ബോക്സ് ഉണ്ട്. എല്ലാ ബുദ്ധരെ മേലെ, എല്ലാ ബുദ്ധരെ പുറത്ത് ഡൊണേഷൻ ബോക്സ് ഉണ്ട്. ഇത് പാവം ബുദ്ധയാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം പട്ടായര ഒരു വ്യൂ കാണാം കേട്ടോ.
നമ്മൾ ഹൈദരാബാദിൽ പോയി കഴിഞ്ഞാൽ ബിർള ടെമ്പിൾ ഉണ്ട് ഹൈദരാബാദ്. അതിന് മേലെ കയറി നമുക്ക് മൊത്തം ഒരു സിറ്റിയുടെ വ്യൂ കാണാം. നേരെ മുന്നിൽ ഓഷ്യൻ. പിന്നെ നമുക്ക് കാണുന്ന നമ്മളെ പട്ടായ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ബുദ്ധയുടെ സ്റ്റാച്യൂവും കാര്യങ്ങളെല്ലാം കണ്ടു. നമ്മളിനി വീണ്ടും വണ്ടിയിലേക്ക് തന്നെയാണ്. ഇനി അടുത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഡ്രൈവർ ചേട്ടൻ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ. വ്യൂ പോയിന്റിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണത്, വ്യൂ പോയിന്റ്. ഈ വൈകിട്ട് പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തെറിഞ്ഞ് നടക്കാം, അത് വേറെ കേസ്. ബട്ട് ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് ഇവരിതിൽ നമുക്ക് കൊണ്ടുപോകാൻ പോകുന്നത് ഇനി ലാസ്റ്റ് വ്യൂ പോയിന്റ്. ഇനിയിപ്പോൾ അവരുടെ കണക്കിൽ ഇന്നത്തെ പരിപാടികളെല്ലാം ഇവിടെ അവസാനിക്കും. പിന്നെ അവർ നമ്മൾ നേരെ ഹോട്ടൽ കൊണ്ടാക്കും. ഈ ഹോട്ടൽ കൊണ്ടാക്കണോ അല്ലെങ്കിൽ ഓൺ ദ വേ നമ്മൾ ഏതെങ്കിലും സ്ഥലം പറയണം അവിടെ ഇറക്കണമെങ്കിൽ പറഞ്ഞാൽ അവരെ നമ്മളെ വേണമെങ്കിൽ അവിടെ ഇറക്കി തരും ചെയ്യും. ഇവിടെ എന്തോ റോയൽ ക്ലിഫ് ഹോട്ടൽ ഗ്രൂപ്പ്, വലിയൊരു ഗ്രൂപ്പ് എന്തോ ആണത് തോന്നുന്നു. വലിയൊരു പോഷ് സംഭവമാണത് കാണുന്നത്. റോഡ് വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. പട്ടായ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്റർ ഈ സംഭവം കാണുന്നത്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ബോഗൺവില്ലയാണ് കേട്ടോ കാണുന്നത്. ബട്ട് ചെറിയൊരു വെറൈറ്റി ചേഞ്ച് ഉണ്ട്, ഒരു ഹൈബ്രിഡ് ടൈപ്പ് ആണ് സംശയമുണ്ട്. നമുക്ക് നേരെ മുന്നിൽ കാണുന്ന ഓഷ്യൻ. ആദ്യമായിട്ട് ഇവിടെ തായ്ലൻഡ് വന്നിട്ട് ഒരു എയർപ്ലെയിൻ കാണുന്നു. നമ്മളെന്തെങ്കിലും അറിയില്ല എങ്ങോട്ടാണ് പോണത്, പിടുത്തമില്ല. വ്യൂ പോയിന്റ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ സത്യം വ്യൂ പോയിന്റ് ഇനിയിപ്പോൾ കാണുന്ന അടുത്തല്ല. നമ്മളിപ്പോൾ ആ ബുദ്ധ ടെമ്പിളിൻ്റെ മേലെ പോയപ്പോൾ നമുക്ക് വ്യൂ പോയിന്റ് ആണ് കണ്ടത്. സത്യം പറയും, പട്ടായ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു, ഇപ്പം നമ്മളെ നാട്ടിലെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ മാതിരി ഇവിടെ പ്രൊവിൻസ് എന്നാണ് പറയാം. തായ്ലൻഡിൽ 5-6 പ്രൊവിൻസേ ഉള്ളൂ. അതിലത്തെ ഒരു പ്രൊവിൻസ് ആണ് പട്ടായ. പട്ടായ അല്ല, പട്ടായ പ്രൊവിൻസിൻ്റെ ഒരു ഭാഗമാണ് മാത്രം. ഇതിന് വേറൊരു സ്ഥലത്തിന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഓക്കെ ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. വ്യൂ പോയിന്റ് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഇന്ന് രാവിലെ ബോട്ടിങ് കാര്യങ്ങൾ ചെയ്തില്ലേ, ആ ഭാഗമൊക്കെ തന്നെയാണ്. അതെ, ഇവിടെയാണ് ഐ ലവ് പട്ടായ അല്ലെങ്കിൽ പട്ടായനെ എഴുതിയിട്ടുള്ള സംഭവം ഇവിടെ. അതെ, പട്ടായാണ്. നമ്മൾ അവിടുന്ന് ബോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഫോട്ടോ എടുക്കുന്ന സ്ഥലമല്ലേ, അതാണ് ഈ പട്ടായ എന്ന് എഴുതിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റും. നമുക്കിത് മൊത്തം പട്ടായയുടെ ഒരു ബേർഡ് ഐ വ്യൂ ആണ് നമുക്ക് പറയണത്. നമുക്ക് മൊത്തം കാണുന്നത് നല്ലൊരു ഹോട്ടലാട്ടോ. ഹോട്ടലാണോ അപ്പാർട്ട്മെൻ്റ് ആണോ എന്ന് നമുക്കറിയില്ല. ഇറ്റ്സ് എ ഗുഡ് സൈസ് ഉണ്ടാ. ഈ കാണുന്ന സ്ഥലത്തിനാണ് രാവിലെ നമ്മളെ കോറൽ ഐലൻഡിലേക്ക് വേണ്ടിയിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളെ ഇന്ത്യയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാണ്ട്. നമ്മളെക്കാൾ എത്രയോ താഴ്ന്നു കിടക്കുന്ന സ്ഥലമായിരുന്നു തായ്ലൻഡ്. ഇവരൊക്കെ നമ്മളെ ഇന്ത്യൻ നോട്ടിനേക്കാൾ ഡെവലപ്പായിട്ടുണ്ടെങ്കിൽ ഇവരെന്തേലും നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ്. ഇവരെ സ്പീഡ് ബോട്ട് ഇപ്പോൾ ഉണ്ടാവും ഞാൻ നമുക്ക് നെറ്റ് വെച്ചാൽ അത്രയ്ക്ക് ഭംഗിയുള്ള സ്പീഡ് ബോട്ടുള്ളൂ. എന്താ പവറിൽ സ്പീഡ് ബോട്ടിന് അറിയാം. നമ്മളെ ഇന്ത്യയിലുണ്ട് ഓരോ സ്പീഡ് ബോട്ടിന് പറഞ്ഞു കഴിഞ്ഞാലേ പൊത്തും പോതും ആയിട്ടുള്ള സ്പീഡ് ബോട്ടുകളൊക്കെ. അതിൽ ഇരിക്കാൻ നമുക്ക് പേടിയാവും.
അപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് വന്നിട്ട് ഇന്ത്യയുടെ കുറ്റം പറയാനൊന്നും വിചാരിക്കരുത് കേട്ടോ. പക്ഷെ നമുക്ക് നമ്മൾ ഇന്ത്യ കഴിഞ്ഞിട്ടാണ് വേറെ ഏത് രാജ്യം വരുന്നുള്ളൂ, അത് വേറെ കേസ്. ബട്ട് നമുക്ക് നമ്മളെ ഇന്ത്യ നന്നാവാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് നമ്മളെ രാജ്യം നന്നാവുമ്പോൾ നമുക്കും അതിലൊരു അഭിമാനം ഉണ്ടാകുന്ന സംഭവമല്ലേ. ഇപ്പോൾ ഗോവയ്ക്ക് അവർ ശരിക്ക് ഒരു പട്ടായയായിട്ട് മാറാം, പട്ടായേക്കാൾ നന്നായി ആയി മാറാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തോരം ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗോവയിൽ. ഇവിടെ ഇതിനൊക്കെ ഈ ബീച്ചും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഈ കോറൽ ഐലൻഡിന് പറഞ്ഞിട്ട് ഇത്ര പൈസ അവർ ഉണ്ടാക്കുന്നവർ. നമ്മൾ സ്കൂബ ഡൈവ് ചെയ്തു, 1600 ബാത്താണ് ഒരാൾക്ക്. 1600 ബാത്തിന് പറഞ്ഞ് പൈസ കുറച്ച്. അതൊരു പാക്കേജായിട്ട് നമ്മൾ ടൂറിൽ ഇത് ഉണ്ടാവില്ല, അത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പോൾ പാരഗ്ലൈഡിങ് അത് നമുക്ക് ഗോവയിലുണ്ട്. അപ്പോൾ അല്ല കുറേ ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നമ്മളെ ഇന്ത്യ ഗംഭീരം എന്ന് പറയാം. ഇഷ്ടംമാതിരി ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടും. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ലാഭം ഉണ്ടായിട്ടല്ല, നമ്മളെ ഇന്ത്യയുടെ പേര് കുറച്ച് കഴിഞ്ഞും നമ്മൾ ഫേമസ് ആവും. സത്യം പറയുമ്പോൾ നമ്മൾ പൊളിറ്റിക്സിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ കൂടുതൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇവർക്ക് ജാതി മതം പറഞ്ഞിട്ട് സമയം ബാക്കിയുണ്ടെങ്കിലല്ല അവർക്ക് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് പട്ടായ സിറ്റീന്ന് നമ്മൾ കാണണം കേട്ടോ. രാത്രി ഇതിൽ ലൈറ്റ് കത്തുമായിരിക്കും. ലൈറ്റ് കാണാണ്ട് കത്തുമായിരിക്കും. എന്ത് രസമുണ്ടല്ലേ. ഇത് പാർക്കിംഗ് എന്ന് തോന്നുന്ന സംഭവം. നല്ല ഭംഗിയിൽ പാർക്കിംഗ് ഗ്രൗണ്ട് വരെ അവർ ഇത്ര രസത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ നമ്മളെ ടൂർ വിശേഷങ്ങൾ കേട്ടോ. പട്ടായ രപ്പി. അപ്പോൾ ഫ്രണ്ട്സ് ഓക്കെ, ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ വേറെ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ. പിന്നെ ജസ്റ്റ് വൺ മോർ തിങ്, വാക്കിംഗ് സ്ട്രീറ്റ് ഇന്ന് പോകണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സൂം ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ് ആ ആർച്ച് ഞാൻ സൂം ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അവിടെ ഒരു സ്ട്രീറ്റാണ്, അതിനെയാണ് വാക്കിംഗ് സ്ട്രീറ്റിന് പേരിട്ടിട്ടില്ല അവർ. ഓക്കെ ദെൻ ബൈ.